ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിലുള്ളൊരു ദിവസമാണ് കാണിക്കുന്നത്. സാധാരണ നേരം വൈകിയാണ് ഞാൻ എണീക്കൽ ഇവിടെ വന്നാൽ. അപ്പോൾ ഇന്ന് വീഡിയോ ഒക്കെ എടുക്കേണ്ടതുകൊണ്ട് നേരത്തെ ഞാൻ എണീറ്റിട്ടുണ്ട്. നേരത്തെ എണീറ്റൊരു ചായയൊക്കെ ഇട്ട് പുറത്ത് സിറ്റ് ഔട്ടിൽ വന്നിരുന്ന് ചായയൊക്കെ കുടിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടിയും ഇതൊക്കെ. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ചെടിയൊക്കെ ഞാൻ നട്ടിട്ടുണ്ട്. അതൊക്കെ വന്നിരുന്ന് അതിനൊക്കെ നോക്കി, അങ്ങനെ എന്തോരം വലുതായിട്ടുണ്ട്, എന്തോരം പൂക്കളുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ വന്നിരുന്ന് നോക്കി അതൊക്കെ നോക്കിയിരിക്കലാണ് ഇപ്പോഴത്തെ പണി. അപ്പോൾ മക്കളൊക്കെ എണീക്കണേക്കാൾ മുമ്പാണ് അതൊക്കെ വന്നിരുന്ന് നോക്കലും പരിപാടിയൊക്കെ. അതിന് ശേഷം മോൾക്കുള്ള കുറുക്കൊക്കെ ഉണ്ടാക്കി അപ്പോഴത്തേക്കും മോൾ എണീറ്റ് മോൾക്ക് ഫുഡൊക്കെ കൊടുത്ത് മോളും ഇരുന്ന് പിന്നെ അവിടെ ടോയ്സൊക്കെ ഇട്ട് കളിക്കുകയാണ്. ഞങ്ങൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ വീട് മൊത്തം ടോയ്സ് കൊണ്ട് നിറയും. മോനും മോളും കൂടെ എല്ലാ ടോയ്സും കൊണ്ടുവന്ന് നിരത്തി ഫുൾ ടോയ്സായിട്ട്. അപ്പോൾ അങ്ങനെ അവർ കളിക്കുന്ന നേരം കൊണ്ട് ഞാൻ ഒന്ന് മുറ്റടിച്ച് വരാമെന്ന് വിചാരിച്ചു. വീട്ടിൽ മുറ്റമില്ല, റോഡ് സൈഡിൽ കുറച്ച് മാവിൻ്റെയൊക്കെ ഇല വീണിട്ട് ഇപ്പോൾ മാവ് ഒക്കെ പൂത്തേക്കണ സമയമാണല്ലോ. അപ്പോൾ അതിൻ്റെ പൂവും അങ്ങനത്തെയൊക്കെ വേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വാരുകയാണ്. പുറത്തധികം ഏരിയയില്ല ഞങ്ങൾക്ക് അടിച്ചു വാരാനും മാത്രം. അപ്പോൾ അതൊക്കെ അടിച്ച് വാരി അതൊക്കെ ക്ലീൻ ചെയ്യുകയാണ്. അതൊക്കെ ക്ലീൻ ചെയ്ത് തിരിച്ച് ഞാൻ അടുക്കളയിലേക്ക് വന്നപ്പോൾ ഉമ്മച്ചി അപ്പം ചുടുന്നുണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് അപ്പം ഉണ്ടത്. അപ്പോൾ ഉമ്മച്ചി അപ്പമൊക്കെ ഉണ്ടാക്കി കഴിയാനായിരുന്നു. അപ്പോഴേക്കും ഞങ്ങൾ പ്ലേറ്റും ഫുഡൊക്കെ കൊണ്ടുവന്ന് ടേബിളിൽ വെച്ച് എല്ലാവർക്കും വിളമ്പിയൊക്കെ കൊടുക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നിട്ടാണ് കേട്ടോ ഫുഡൊക്കെ കഴിക്കാം. അപ്പോൾ ഇന്ന് അപ്പത്തിനോടൊപ്പം മുട്ടക്കറിയും അപ്പമാണ്. അപ്പോൾ എല്ലാവർക്കും വിളമ്പിയിരുന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ച് ഈ ടൈം ഞങ്ങൾ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് ഭയങ്കര സ്ലോ ആയിട്ടൊക്കെയാണ് കേട്ടോ ഫുഡൊക്കെ കഴിക്കുക. എല്ലാവരും കൂടി ഇരുന്ന് നല്ല രസമാണ്. നല്ല സോഫ്റ്റ് അപ്പമാണ് കേട്ടത്. പപ്പമൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന ടൈമാണ്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഉച്ചയ്ക്ക് അടുക്കളയിലേക്ക് പോയി ഉച്ചക്കലത്തേക്കുള്ള പരിപാടിയൊക്കെ നോക്കാനായിട്ട് ഇന്ന് ഉച്ചയ്ക്ക് അച്ചിങ്ങോലത്തും ഇഞ്ചിക്കറി, പിന്നെ മാന്തൾ മുളകിട്ടതുണ്ടായിരുന്നു, പിന്നെ പാവയ്ക്ക തേങ്ങരച്ച് വറുത്തരച്ച് വെച്ച കറി ഉണ്ടായിരുന്നു, മാന്തൾ പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി ഉച്ചക്കലത്തെ ഫുഡ് ഞങ്ങൾ കഴിക്കാനിരുന്ന്. അതിൻ്റെ ഇടയിലത്തൊന്നും കുറേ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഉച്ചക്കലത്തെ ടൈമായപ്പോൾ അതൊക്കെ കഴിച്ചു. അതൊക്കെ കഴിച്ച് ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വൈകിട്ട് എണീറ്റപ്പോഴേക്കും ഉച്ചി പഴംപൊരിയും ചായയും ഒക്കെ ഉണ്ടാക്കി തന്നു. അതൊക്കെ കഴിച്ചതിന് ശേഷം ഉമ്മച്ചി ചിക്കൻ കറി വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഒട്ടും വൈകാതെ തന്നെ അത് അപ്ലോഡ് ചെയ്യാം കേട്ടോ. നല്ല അടിപൊളി ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ചിക്കൻ കറിയാണ് കേട്ടോ. ഉമ്മച്ചി അതൊക്കെ ഇട്ടോട്ടെ എന്നൊക്കെ ചോദിക്കണം ഇതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയായി. ഞങ്ങൾ പൊറോട്ട വാങ്ങിച്ചു. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്കും ഷെയറൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ.